ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിൽ ജനിച്ചു വന്നിരിക്കുന്നത്? ഈ പരമസത്യം അറിയാതെ ജനിച്ചതുകൊണ്ട് മാത്രം ജീവിക്കുന്നു എന്ന് വന്നാൽ അന്ത്യകാലം നമുക്ക് കൃതാർത്ഥത ഒരിക്കലും ഉണ്ടാവുകയില്ല. ചെയ്യേണ്ടത് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് സംതൃപ്തിയും കൃതാർത്ഥതയും ഉണ്ടാവുന്നത്. എന്നാൽ അവസാന കാലം നിരാശയും ദുഃഖവും, താൻ ആശ്രയിച്ചതൊന്നും തനിക്ക് സഹായകമല്ല, താൻ പ്രതീക്ഷിച്ചതുപോലെയല്ല ജീവിതാന്ത്യം എന്നെല്ലാം നാം നിരാശപ്പെടേണ്ട ഘട്ടമാണ്, നിരാശപ്പെടേണ്ട അവസ്ഥയാണ് എല്ലാ മനുഷ്യരുടെയും ജീവിതം എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാകാവുന്നതാണ്. അതിനാൽ കർമ്മത്താൽ അതിക്രമിച്ചിടണം മൃത്യുലോകം, നിർമ്മലാത്മാവാബോധം മോക്ഷത്തിനേകോപായം. നാം ആരാണെന്ന പരമസത്യം ബോധിക്കലാണ് മോക്ഷം എന്ന് പറയുന്നത്. ആ മോക്ഷത്തിനുള്ള ഏക ഉപായം എന്താണ്? കർമ്മത്താൽ അതിക്രമിച്ചിടണം. കർമ്മം നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ കർമ്മം നമ്മെ ബന്ധിപ്പിക്കും. എന്നാൽ ബന്ധിപ്പിക്കുന്ന കർമ്മമല്ല വേണ്ടത്, മോചിപ്പിക്കുന്ന കർമ്മം. കർമ്മം നാം നിഷ്കാമമായും കർത്തൃത്വബുദ്ധി ഇല്ലാതെയും ചെയ്യുന്ന ഏത് കർമ്മവും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഉതകുന്നതാണ്. മനഃശുദ്ധിയാണ് ആത്മദർശനത്തിന് ആദ്യം നാം നേടേണ്ടത്. മനസ്സിൽ വന്നു ചേരുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്താൽ വന്നു ചേർന്നതാണിത്. സ്വതവേ മനസ്സ് ഒരു ഗുണവും ഇല്ലാത്തതാണ്. അവയിൽ വന്നു ചേർന്നവയെല്ലാം അവയിൽ നിന്ന് വിട്ടുപോകണം. അപ്പോൾ മനസ്സതിൻ്റെ തനതായ സ്വഭാവമെന്തോ, സഹജമായ സ്വഭാവമെന്തോ അത് പ്രകടമാവും. മനസ്സിൻ്റെ സഹജമായ സ്വഭാവം ആനന്ദമാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ്, കൃതാർത്ഥതയാണ്, സമാധാനമാണ്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൻ്റെ സഹജമായ ഭാവം. പക്ഷേ ആ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ലോകവ്യവഹാരം നടത്തുമ്പോൾ നേരെ വിരുദ്ധമായ ഗുണങ്ങളെല്ലാം നമ്മളിൽ സംഭരിക്കപ്പെടുന്നു. രാഗദ്വേഷം, ഇഷ്ടം അനിഷ്ടം, തെറ്റ് ശരി, വിജയം പരാജയം, വേണ്ടത് വേണ്ടാത്തത്, ഇങ്ങനെ ദ്വന്ദ്ങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം. എല്ലാ വസ്തുക്കളും പഞ്ചഭൂത നിർമ്മിതമാണെങ്കിലും എല്ലാത്തിൻ്റെയും സ്വഭാവം ഒരേപോലെയല്ല. കടിത്തൂവ പോലെയാണോ? തൂവയുടെ ഇല തൊട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുന്നു. എന്നാൽ വേറെ ചില ഇലകൾ തൊട്ട് കഴിഞ്ഞാൽ അത് ഔഷധമായി മാറുന്നു. മുറികൂട്ടി എന്ന് പറഞ്ഞ ഒരു ഇല, ആ ഇലയുടെ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ മുറിവ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇല തൽസമയത്ത് തന്നെ അത് കഴുകി വൃത്തിയാക്കി അത് തിരുമ്പി പിഴിഞ്ഞ് അതിൻ്റെ നീര് ആ മുറിവിൽ ഒഴിച്ചാൽ പെട്ടെന്ന് നമ്മുടെ വേദനയും മാറും. ആ പിറ്റേ ദിവസത്തേക്ക് ആ മുറി കൂടി വരും. മുറി കൂട്ടി എന്ന് പറയുന്നത് ആ മരുന്നിന് അന്വർത്ഥമാണ്. പിറ്റേ ദിവസത്തേക്ക് അത് മുറിവ് കൂടി ഒരു കറുത്ത ഒരു വര മാത്രമായി തോന്നും, ഒട്ടും വേദനയുണ്ടാവില്ല. അപ്പം അത്തരത്തിലുള്ള ഔഷധവീര്യമുള്ള സസ്യങ്ങളും ഇവിടെയുണ്ട്. അതേ സമയത്ത് തൊട്ടാൽ ചൊറിയുന്ന അസഹ്യതയുണ്ടാക്കുന്ന സസ്യങ്ങളും ഇവിടെയുണ്ട്. ചില ഇലകൾ ഒന്ന് നസ്യം ചെയ്താൽ, അതായത് ഘ്രാണിച്ചാൽ, വാസനിച്ചാൽ മരണം പോലും സംഭവിക്കുന്ന ഇലകളുമുണ്ട്, പൂക്കളുമുണ്ട്. അലരി എന്ന പുഷ്പം വാസനിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പെൺകുട്ടി എയറോഡ്രം വിമാനത്താവളത്തിൽ വെച്ച് വെറുതെ ആ പൂവെടുത്ത് ഒന്ന് വാസനിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് ഛർദി വന്നു, തലമീനിൽ വന്നു, അത് മരണപ്പെടുകയും ചെയ്തു. ചില പൂക്കളും ചെടികളും ഇലകളും എല്ലാം മാരകമായവ. ചിലയാണെങ്കിലോ
മരണത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നതും ആനന്ദപ്രദവുമായ വസ്തുക്കളുണ്ട്. അതാണ് ലോകത്തിൻ്റെ സ്ഥിതി. അങ്ങനെ ഈ ലോകവസ്തുക്കളെല്ലാം ദ്വന്ദ്ങ്ങൾ നിറഞ്ഞ ഇവയിൽ നിന്ന് നാം പിന്തിരിഞ്ഞ് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് തിരിച്ചറിയണം. ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം അനാത്മാവെന്ന് പറയുന്നു. ഇതിനാധാരമായിരിക്കുന്ന ശക്തിയെ ആത്മാവെന്നും പറയുന്നു. അതാണ് കർമ്മത്താൽ അതിക്രമിച്ചീടണം മൃത്യുലോകം. കർത്തൃത്വബുദ്ധിയും ഫലേച്ഛയും കൂടാതെ കർമ്മം ചെയ്യുമ്പോൾ ചിത്തശുദ്ധി വരുന്നു. കർമ്മത്താൽ അതിക്രമിച്ചീടണം മൃത്യുലോകം. മരണം ഭവിക്കാതിരിക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന പരമസത്യം അറിയണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാവണം. ശുദ്ധമായ മനസ്സ് നല്ല കർമ്മം ചെയ്യുമ്പോൾ മാത്രമേ ഉണ്ടാകൂ. അപ്പോൾ നമ്മളല്ല മരിക്കുന്നത് ദേഹമാണെന്ന ബോധം വരുന്നതാണ് മൃത്യുലോകത്തെ അതിക്രമിക്കുന്നത്. മരണത്തിൽ നിന്നും നമ്മൾ വിജയം പ്രാപിക്കുന്നത് നമ്മൾ നിഷ്കാമകർമ്മത്തിലൂടെയാണ്. അതേ സമയത്ത് അത് കാമനയോടുകൂടിയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ നമ്മെ ബന്ധിക്കും കർമ്മം. ജന്മത്തിനും ബന്ധനത്തിനും പുണ്യത്തിനും പാപത്തിനും എല്ലാം ഫലേച്ഛയോടുകൂടിയുള്ള കർമ്മം കാരണമായി ഭവിക്കുന്നു. അതുകൊണ്ട് കർമ്മത്താൽ അതിക്രമിച്ചിടണം മൃത്യുലോകം. നിർമ്മലാത്മാവാബോധം. നിർമ്മലാത്മാവ് പരിശുദ്ധമായ നമ്മുടെ മനസ്സ് തന്നെ ആത്മസ്വരൂപമായിരിക്കും. നിർമ്മലാത്മാവാബോധം. നിർമ്മലാത്മാവിൻ്റെ അവബോധം മോക്ഷത്തിന് കോപായം. നിർമ്മലാത്മാവായിരിക്കുന്ന ആ സത്തായിരിക്കുന്ന ആ അമൃതസ്വരൂപമായിരിക്കുന്ന ആത്മാവാണ് മോക്ഷത്തിനുള്ള ഏക ഉപായം. അപ്പോൾ അധർമ്മത്തിനോട് കൂട്ടുനിൽക്കുന്ന മനസ്സ് ധർമ്മത്തിനോട് കൂട്ടുനിൽക്കുമ്പോൾ മോക്ഷത്തിനുള്ള ഉപായമായി ഭവിക്കുന്നു. ഇപ്രകാരമാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ പരമസത്യത്തിലേക്ക് ഉയർത്തേണ്ടത്. അത് നാം തന്നെ ഉയർത്തണം. ഇതിനെ താഴ്ത്തിയിരിക്കുന്നതും നമ്മുടെ അജ്ഞത കൊണ്ടാണ്. ജ്ഞാനം കൊണ്ട് ഇതിനെ ഉദ്ധരിക്കണം. കർമ്മത്താൽ അതിക്രമിച്ചിടണം മൃത്യുലോകം. നിർമ്മലാത്മാവാബോധം മോക്ഷത്തിന് കോപായം. എല്ലാവർക്കും മോക്ഷമാണ് വേണ്ടത്. അത് മരണശേഷം കിട്ടുന്നതല്ല, ഇവിടെ ജീവിക്കുമ്പോഴാണ് മോക്ഷം നേടേണ്ടത്. അത് നാം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നിർമ്മലാത്മാവബോധം, അതാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം നമുക്ക് ബോധിക്കണം. കർമ്മത്താൽ അതിക്രമിച്ചിടേണം മൃത്യുലോകം. നിർമ്മലാത്മാവാബോധം മോക്ഷത്തിന് കോപായം.